ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. യെസ്, ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ, നമ്മളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കല്യാണം എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുക്കനും പെണ്ണും അവിടെ നിൽക്കുന്നുണ്ട്. കെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ പ്ലേറ്റ് എടുത്തു. ആദ്യം അച്ചാർ വെച്ചു, വീണ്ടും ഒരു അപ്പം എടുത്ത് വെച്ചു. അതിൻ്റെ കൂടെ വീണ്ടും ഒരു ആപ്പും കൂടെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ വെച്ച കറി എന്ന് പറയുന്നത് മട്ടൺ സ്റ്റൂ ആണ്. എൻ്റെ പുന്നാരക്കുട്ടനില്ലാതെ എന്ത് ഭക്ഷണം! അതാണ് ബീഫ് ഫ്രൈ ഞാൻ എടുത്ത് സൈഡിലോട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ അപ്പവും മട്ടൺ സ്റ്റൂ ആയിട്ട് ട്രൈ ചെയ്യാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പ്ലേറ്റിൽ വിളമ്പിയത് ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ആണ് എടുത്തിട്ടുള്ളത്. ഒന്നല്ല രണ്ടല്ല 3 പീസ് എടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടല്ലോ. എന്നിട്ട് ഞാൻ ബീഫിനെ ട്രൈ ചെയ്തു. നല്ല രീതിയിൽ കുക്ക്ഡായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി നല്ല രീതിയിൽ കുക്ക്ഡാണ്, നല്ല ഫ്ലേവർ, നല്ല വാസനയുണ്ട്. വേറെ ലെവൽ, വേറെ വൈബ്, വേറെ മൂഡാണ്. അപ്പോൾ എനിക്കൊരു ചിക്കൻ ലെഗ് പീസ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു കടിയടിച്ചു. നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ നല്ല രീതിയിൽ കുക്ക്ഡും നല്ല രീതിയിൽ ഫ്രൈഡും ആയിട്ടുണ്ട്. യെസ്, ഐ എം ഗിവിങ് എ ഗുഡ് റിമാർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനെല്ലാം കഴിച്ചതിന് ശേഷം എനിക്ക് വന്ന മീറ്റുകൾ ഞാൻ ഒന്നൊന്നായിട്ട് പിച്ച് നല്ല രീതിയിൽ അത് കഴിക്കുകയാണ്. കാര്യം നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത്രേ ബാലൻസ് ഉള്ളൂ, കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഒന്നൊന്നായിട്ട് എടുത്ത് കഴിക്കണം. എല്ലാ മീറ്റും നല്ല രീതിയിൽ കുക്ക്ഡായിട്ടുണ്ട്. ഇതെൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ബെസ്റ്റ് കുക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ച് തീരാറായി. ലാസ്റ്റ് ചിക്കൻ പീസ് കൂടി ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എത്ര മാത്രം അത് വെന്തിട്ടുണ്ടെന്ന് കണ്ടില്ലേ? നല്ല രീതിയിൽ കുക്ക്ഡായിട്ടുണ്ട്. എസ്പെഷ്യലി എ ഗുഡ് റിമാർക്ക് ഫോർ ദ കാറ്ററിംഗ് സർവീസസ്. സോ കണ്ടില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിൽ ഇത്രയൊക്കെ കാണിച്ചു വെച്ചു. നിങ്ങളും ഇതേപോലെ എവിടെയെങ്കിലും പോയി കാണിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. എൻ്റെ മോളും ജാനിയായിട്ട് ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഒരു ടേബിളിലിരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? എല്ലാവരും ഹാപ്പിയാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഉള്ള അഭിപ്രായങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ ഡെസേർട്ട് സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഡെസേർട്ടിൽ ഭയങ്കര ക്രൗഡായതുകൊണ്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ബോളിയും പായസവുമായിട്ട് തിരുവനന്തപുരം സ്റ്റൈൽ കഴിച്ചു. അതിനുശേഷം എൻ്റെ മോൾ നീയ ഐസ്ക്രീം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അവൾ നല്ല രസിച്ച് കഴിക്കുകയാണ്. അവൾക്ക് കഴിച്ചുകൂടാത്തതാണ്, പെട്ടെന്ന് പനി വരും. അതേപോലെ ജാനിയും കണ്ടില്ലേ? 2 പേരും കൂട്ടുകൂടി നല്ല രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐസ്ക്രീം പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ.